ശ്രീനാഥ് ബാസിയും തെറിവിളിയും. ശ്രീനാഥ് ബാസി മഞ്ഞുമൽ ബോയ്സിന് ശേഷം പിടിച്ച പുലിവാലികളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വേറൊരു ഹീറോയിക്ക് ഇമേജിലേക്ക് മാറി. ആ റൈറ്റ് ടൈമിലാട്ടോ സിനിമ വന്നത്. അത് മൊത്തം ഇൻഡസ്ട്രിയുടെ സീൻ മാത്രമല്ല മാറ്റിയത്, ശ്രീനാഥ് ബാസിയുടെ കരിയറിൻ്റെയും സീൻ മാറ്റിയിട്ടുള്ള ഒരു പടമാണ് മഞ്ഞുമൽ ബോയ്സ്. ശ്രീനാഥ് ബാസി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺട്രവേഴ്സീസൊക്കെ നമുക്കറിയാം. ആങ്കറിനെ ചീത്ത പറഞ്ഞ് തെറി വിളിച്ചതും ആർജനെ ചീത്ത പറഞ്ഞ് തെറി വിളിച്ചത്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് ശ്രീനാഥ് ബാസിക്കെതിരെ പോലീസ് അന്വേഷണം വരുന്നു, സാമ്പിളുകൾ കൊണ്ടുപോകുന്നു, ലഹരി ഉപയോഗം ഉണ്ടോ എന്നറിയാനൊക്കെ. അങ്ങനത്തെ കോൺട്രവേഴ്സീസൊക്കെ നടക്കുന്നു. അസോസിയേഷൻ ഇടപെടുന്നു, ആക്ടേഴ്സ് അസോസിയേഷൻ ഇടപെടുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മഞ്ഞുമൽ ബോയ്സ് വരുന്നത്, ഹിറ്റടിക്കുന്നത്. ഇപ്പോൾ പിടിച്ച പുലിവാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലാൻഡിലാണ് ഈ പുലിവാൽ പിടിച്ചിട്ടുള്ളത്. ബൈ ദ വേ, ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, ഇത് പിടിച്ചിട്ടുള്ളത് അയർലാൻഡിലാണ്. അയർലാൻഡിൽ ഒരു പ്രോഗ്രാമിന് പോയ ടൈമിൽ ഐ തിങ്ക് പ്രൈവറ്റ് പാർട്ടിയാണ് തോന്നുന്നു, അത് ഒരു പബ്ബിനകത്ത് ശ്രീനാഥ് ബാസി പാടിക്കൊണ്ടിരിക്കുകയാണ്. ജാടാ ആ സാധനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആവേശം സിനിമയിൽ ആരോ ക്രൗഡിനിടയിൽ നിന്ന് മിഡിൽ ഫിംഗർ കാണിച്ചു. മിഡിൽ ഫിംഗർ കാണിച്ചതോട് കൂടിയിട്ട് ശ്രീനാഥ് ബാസി ലൈക്ക് ഓക്കെ ഇവനെന്തിനോട് മിഡിൽ ഫിംഗർ കാണിക്കണം എന്നൊരു മൂഡിലേക്ക് പോയിട്ട് പിന്നെ അവിടെ തെറിവിളി ചീത്തവിളി അവരും ക്രൗഡും ശ്രീനാഥ് ബാസി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ 1-2 പേജുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീനാഥ് ബാസിൻ്റെ ആ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. ആദ്യം ഫസ്റ്റ് കുറച്ച് മോഷൻ പ്ലേ ചെയ്യാം. Does anybody know him? Nobody knows him. Even trying to be on the same level, you're like, okay, sorry. ഓക്കെ, അപ്പോൾ ശ്രീനാഥ് ബാസി പാടാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ആരോ ക്രൗഡിൽ നിന്ന് മിഡിൽ ഫിംഗർ കാണിക്കുന്നു. അതിനുശേഷം ശ്രീനാഥ് ബാസി അത് ഭയങ്കര പ്രൊവോക്ഡ് ആവുന്നു. അതിനുശേഷം ശ്രീനാഥ് ബാസി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഇടയ്ക്ക് ശ്രീനാഥ് ബാസി സോറിയും പറയുന്നുണ്ട്, ഇടയ്ക്ക് ശ്രീനാഥ് ബാസി തന്നെ എന്ത് പറയുന്നുണ്ട്, കാം ഡൗൺ, എന്താ നമുക്ക് സംസാരിക്കാം, ആ രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തെറി വിളിക്കുന്നൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം. എന്നെ പേഴ്സണലി ഒരാൾ വന്നിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ല. ഓക്കെ, ഞാൻ നന്നായിട്ട് തിരിച്ചു തെറി കൊള്ളുന്ന ഒരാളാണ്, തെറി നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പക്ഷെ അത് എവിടെ എങ്ങനെ എപ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ധാരണ ഉണ്ട്. ഞാനത് കൺട്രോൾഡാണ്, ഇപ്പോൾ കുറച്ചധികം കൺട്രോൾഡാണ്. പക്ഷേ പേഴ്സണൽ സ്പേസിലും കമൻറ്റ് ബോക്സിലൊക്കെ അട്രോഷ്യസ് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ചത്തെറി ഞാൻ പറയും. അപ്പോൾ ഞാൻ തെറി പറയാത്ത ഒരാളല്ല. ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞാലും ഇതൊരു പബ്ലിക് ഇവൻ്റ് അല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പബ്ലിക് ഇവൻ്റ് അല്ല. അതെവിടെയും ലൈവോ ടെലികാസ്റ്റോ വന്നിട്ടില്ല. ഇത് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു പ്രൈവറ്റ് ഇവൻ്റാണ് തോന്നുന്നു. അതിനിടയിൽ ആരോ വീഡിയോ എടുത്തൊരു ഫുട്ടേജാണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പബ്ലിക് ഓർ പ്രൈവറ്റ്. ഇവിടെ സംഭവിച്ചത് ശ്രീനാഥ് ബാസി അങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റാപ്പ് സോങ് പാടുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോങ്ങുകൾ പാടുന്ന വഴിക്ക് ചില ടൈമിൽ ക്രൗഡിനൊന്ന് പ്രൊവോക്ക് ചെയ്യാനും ഒന്ന് എൻഗേജ് ചെയ്യാനും ചില വേർഡ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതിൻ്റെ ഒരു ഹയർ വേർഷൻസ്, റാപ്പിൻ്റെ ഒരു ഹയർ വേർഷൻസിൽ റിനോൺഡ് ആയിട്ടുള്ള ഒരുപാട് റാപ്പ് സിംഗേഴ്സൊക്കെ പല രീതിയിലുള്ള പ്രൊവോക്കേഷൻസ് ക്രൗഡിനെ ചെയ്യാറുണ്ട്. കുപ്പി എടുത്തെറിയാറുണ്ട്, വെള്ളം മൈക്ക് എടുത്തെറിയാറുണ്ട്, വെള്ളം നോക്കാൻ അതിനും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഇത് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീനാഥ് ബാസി പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ശ്രീനാഥ് ബാസിയെ തെറി വിളിച്ച് മിഡിൽ ഫിംഗർ കാണിച്ചു. ശ്രീനാഥ് ബാസിക്ക് ഹേർട്ടായി. കാരണം പെർഫോമൻസ് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും കാണിക്കുമ്പോൾ ശ്രീനാഥ് ബാസി അതിൽ തിരിച്ചു കൊടുത്തു. ആൻഡ് തുടക്കത്തിൽ ശ്രീനാഥ് ബാസി എനിക്ക് തോന്നുന്നു കൺട്രോൾഡ് ആയിട്ടാണ് കൊടുത്തത്. ക്രൗഡും തിരിച്ചു കൊടുക്കുന്നുണ്ട്, അവരും മിണ്ടാതിരിക്കുന്നില്ല, മലയാളികൾ തന്നെയാണ്, അവരും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീനാഥ് ബാസി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി പാട്ടൊക്കെ ഒന്ന് പാടാൻ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് പിന്നെ അങ്ങോട്ട് പാടി കഴിഞ്ഞിട്ടുമാണ് പിന്നെ സീൻ മാറുന്നത്. That really affected me, just to let you know. Okay, that's so cool, bro. If you're here, this and all that, go do that at your house and shit. Priority. Get on my email. Yeah, let's go. Yeah, പാട്ടേന്ന് പറഞ്ഞായി. പക്ഷെ അവന് പേരുകൾ പറയുന്നപ്പോൾ അലക്സണ്ട കാണിക്കല് വിസയിൽ എടുത്തവനല്ലേ എല്ലാരും പോലെ 10 പൈസ പണിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. To sing and tell you guys, I know that shit. I know.
Fucking so what do you want? You want three bitches to fucking like you? Idiot! Go fuck yourself! Get up! Listen! Come on the fucking stage. You can't touch me, my G. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. പാട്ടിനിടയിലും ഇടയ്ക്ക് ശ്രീനാഥ് വാസി മറ്റേ ജാട ആ സാധനം പാടിയിട്ട് അതിനിടയിൽ കുറച്ച് വരികളൊക്കെ പാടിയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഈ തെറിവിളിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രൊവോക്ഡ് ആയതാണ്, ശ്രീനാഥ് വാസി പ്രൊവോക്ഡ് ആയതാണ്. തെറി വിളിക്കണമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാഥ് വാസിയുടെ ആ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഈഗോ കോംപ്ലക്സ് ഒക്കെ തലയിൽ കയറി കാണാം. ഓക്കെ, അതായത് ഞാൻ പെർഫോം ചെയ്യുന്നു, അത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഹിറ്റിന് ശേഷം കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് വൈബിൽ മാറിയ ഒരു നടനാണ് ശ്രീനാഥ് വാസി. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ടൈമിലാണ് ഇങ്ങനൊരു റിസപ്ഷൻ കിട്ടുന്നത് ക്രൗഡിൻ്റെ ഇടയിൽ. അതും എബ്രോഡുള്ളൊരു മലയാളി ക്രൗഡ് ഇങ്ങനെ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് ശ്രീനാഥ് വാസി ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത് കാണില്ല. ആൻഡ് അവിടുന്ന് തിരിച്ച് ശ്രീനാഥ് വാസിയോട് എന്ത് കാണിച്ചു എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വ്യൂ നമുക്കില്ല. നമുക്ക് ശ്രീനാഥ് വാസി ഇവർ കാണിച്ച ഒരു ആക്ടിനോടോ ഇവർ പറഞ്ഞതിനോടോ റിയാക്ട് ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് കൺസിഡർ ചെയ്യും. ഞാനത് കൺസിഡർ ചെയ്യും. കാരണം ചുമ്മാ ഇരുന്ന ഒരാളെ പിടിച്ച് പ്രൊവോക്ക് ചെയ്ത് 10 തെറിയും വിളിച്ച് പോയതാവാൻ സാധ്യതയില്ല ശ്രീനാഥ് വാസി. ബിക്കോസ് ശ്രീനാഥ് വാസി ഇപ്പോൾ അതിനകത്ത് ഓബ്വിയസ്ലി ബിയറടിക്കുന്നത് കാണാം, ബട്ട് അത്ര ഹൈ ഒന്നും അല്ല തോന്നുന്നു. അത്യാവശ്യം ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ അത് പുറത്ത് വന്ന സമയത്ത് എനിക്കുണ്ടായൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്നും അതുകൊണ്ട് എൻ്റെ കരിയറിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയായിരിക്കുമല്ലോ ശ്രീനാഥ് വാസി. ഇപ്പോൾ എൻ്റെ കരിയറിനകത്ത് വലിയൊരു മേജർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, അങ്ങനെ ഒരു ഹിറ്റ് കിട്ടിയിട്ട് ഞാൻ ഇനി ഈ ഒരു തെറിവിളി വിളിച്ച് ഇത് ഇല്ലാതാക്കണമെന്നൊക്കെ ഉള്ള തോട്ട് പ്രോസസ്സ് ശ്രീനാഥ് വാസിയുടെ മൈൻഡിൽ പോയി കാണും. ഇനി ഇല്ലെങ്കിൽ അത് വേറെ പരിപാടിയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ചിന്തിക്കുന്ന ആളുകൾ, കരിയർ മുന്നോട്ട് ചിന്തിക്കുന്ന ആളുകളും ഇനി ലൈഫിൽ ഈ സ്റ്റേജ് ഒന്ന് കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് ഈ സ്റ്റേജിലേക്ക് പോകണോ എന്ന് ചിന്തിക്കും. ശ്രീനാഥ് വാസിൻ്റെ കേസിൽ അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇനി ഈ സ്റ്റേജിലേക്ക് പോകണോ എന്നുള്ളത് ചിന്തിക്കാൻ മേ ബി. അല്ലെങ്കിൽ ശ്രീനാഥ് വാസി വിചാരിച്ചതാണ് ഇതൊരു പ്രൈവറ്റ് ഇവൻ്റ് അല്ലേ, ഇത് എവിടെയും ടെലികാസ്റ്റ് ആവുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഹേർട്ടായി, ഞാനതിന് പറയുന്നു. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൗഡാണെങ്കിലും തിരിച്ച് പറയുന്നുണ്ട്, നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്, ശ്രീനാഥ് വാസിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവരവിടെ എനിക്ക് തോന്നുന്നത് ഒരു തെറിയുടെ ഒരു സാധനം അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഇൻബോക്സിൽ വന്ന് തെറി പറയുന്നവരായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പച്ച തെറി ഞാൻ പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് പോകാൻ നേരത്തേക്ക് ഈ തെറി പറഞ്ഞ് ലാസ്റ്റ് കൈയും കൊടുത്ത് ഓക്കെ എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ്, ഭയങ്കര സ്നേഹമാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പെരും സ്നേഹമായിട്ട് പോവാറ്. ഇവിടെ ഇപ്പോൾ ആ ഒരു സാധനം എനിക്ക് തോന്നി തെറി പറഞ്ഞ ശ്രീനാഥ് വാസി ആണെങ്കിലും തെറി വിളിച്ച അവർ അല്ലെങ്കിൽ കേട്ട ഇവർ അവസാനം ന്യൂട്രലായിട്ട് അങ്ങനെ പോയി. പക്ഷെ ഇനി ഇതിൽ ഓർഗനൈസേഴ്സ് ഉണ്ട്, ശ്രീനാഥ് വാസിയെ കൊണ്ടുവന്ന ഓർഗനൈസേഴ്സ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഓബ്വിയസ്ലി പുറത്ത് വന്നതിന് ശേഷം ഇനി ശ്രീനാഥ് വാസിയെ വിളിക്കുമ്പോൾ ഉള്ള ബാക്കി ഓർഗനൈസേഴ്സും ആളുകളൊക്കെ എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ ക്രൗഡിനോട് ഓർഗനൈസേഴ്സിന് പറയാൻ പറ്റില്ല. ഒരു വലിയൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്നിട്ട് ക്രൗഡിന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ക്രൗഡ് ഓൾറെഡി ഒന്നില്ലെങ്കിൽ ഓക്യുപ്പൈ ആവുന്നത് കാശ് കൊടുത്തോ അല്ലെങ്കിൽ ഇവർ ഇൻവൈറ്റഡ് ആയിട്ടുള്ള എൻട്രി ഒക്കെ വിളിച്ചിട്ടായിരിക്കാം. അപ്പോൾ അവരോട് പറയുകയാണ് ഇങ്ങനെ ശ്രീനാഥ് വാസി ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ നിൽക്കില്ല. അവർ പറയാനുള്ളത് അവർ പറയും. ഇവർക്ക് ഇനി ശ്രീനാഥ് വാസിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്രൗഡ് ഏത് രീതിയിലും പ്രൊവോക്ക് ചെയ്യും, തിരിച്ച് പ്രൊവോക്ക് ചെയ്യരുത്, ഇത് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ചില ഓർഗനൈസേഴ്സോ അല്ലെങ്കിൽ ചില കോർഡിനേറ്റേഴ്സൊക്കെ ഈ ഇവൻറ്റുകളുണ്ട്. ശ്രീനാഥ് വാസി ഇപ്പോൾ ഈ ഒരു സീന് ഒന്നും കൂടിയാണ് കത്തിപ്പോയാൽ ചിലപ്പോൾ ശ്രീനാഥ് വാസി ഒന്ന് പിടിച്ച് ഒന്നുകൂടി ഹോൾഡ് ചെയ്തിട്ട് വേണോ എന്നുള്ളത് ചിന്തിക്കാം. അത് ചിലപ്പോൾ ശ്രീനാഥ് വാസിനെ എഫക്റ്റ് ചെയ്യും. ഇനി അല്ലാത്തൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് യൂസ് ചെയ്യും. ശ്രീനാഥ് വാസിയെ കൊണ്ടുപോയിട്ട് ക്രൗഡിനിടയിൽ ഇതേപോലെ ഒരാളേക്ക് ഇരുത്തിയിട്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ വെച്ചിട്ട് ശ്രീനാഥ് വാസി പ്രൊവോക്ഡ് ആവുമെന്നറിയുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ശ്രീനാഥ് വാസിയെ നല്ല രീതിയിൽ ചൊറിഞ്ഞ് ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് നെഗറ്റീവ് പോസിറ്റീവ് എൻഡ് ഓഫ് ദ ഡേ ആളുകളിലേക്ക് ഈ സാധനം റീച്ച് ആവുക എന്നാണ് എല്ലാ ഇവൻറ്റിൻ്റെയും ആ ഒരു മെയിൻ സാധനം. അവർക്ക് ഇവൻറ്റ് റീച്ച് ആവണം, അത്രയേ ഉള്ളൂ. മേ ബി ആ രീതിയിൽ ചിന്തിച്ചിട്ട് ശ്രീനാഥ് വാസിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ശ്രീനാഥ് വാസി തിരിച്ചറിഞ്ഞ് നല്ലൊരു ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുക, ഇത് ചളിപ്പാക്കരുത്, നല്ല ഗ്രാഫ് അങ്ങനെ പോട്ടെ. പിന്നെ തെറി വന്നു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ ന്യൂട്രലായിട്ട് പോകും. എന്താണെങ്കിലും ഒരു പ്രൈവറ്റ് ഇവൻറ്റും പിന്നെ ഇങ്ങോട്ട് കിട്ടിയ തെറി വിളിക്ക് അങ്ങോട്ട് തെറി പറഞ്ഞതും ആയതുകൊണ്ട് നമുക്ക് അയാളെ ഹേർട്ടായി എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഒരാൾ ഇവൻറ്റിൽ നിൽക്കുന്ന സമയത്ത് അയാളെ പച്ചത്തറി വിളിച്ചതും കയ്യും കാലും കാണിച്ചത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമില്ല. കാരണം അയാൾക്ക് പാടി മുന്നോട്ട് പോകാനുള്ള
ഈ കേസിന് ഞാൻ എന്താണെങ്കിലും ശ്രീനാഥ് വാസിയെ എന്താ പറയുന്നില്ല, അങ്ങനെ അടച്ചതല്ല. ഞാൻ ഈ കേസിൽ ശ്രീനാഥ് വാസിയെ എവിടെയും റോങ് എന്ന് പറയുന്നില്ല. അയാൾക്ക് കിട്ടിയത് അയാൾ തിരിച്ചു കൊടുത്തു. ദാറ്റ്സ് എ വേ മാൻ. അത് അയാൾ തിരിച്ചു കൊടുത്തു. മറ്റേ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പബ്ലിക്കിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇൻ്റർവ്യൂവിനിടയിലായിരുന്നു ആ ഒരു ആക്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ദിസ് ഈസ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ശ്രീനാഥ് വാസി, ബിക്കോസ് ഹൈ ടൈമിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ശോകമാണ് ആളുകൾക്ക്. ഓക്കെ, ബട്ട് ഹിയർ ഐ സപ്പോർട്ട് യു മാൻ. ബിക്കോസ് ക്രൗഡ് തിരിച്ച് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ശ്രീനാഥ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, ഇതിലൊന്നും പറയാനില്ല കൂടുതലായിട്ട്. ബട്ട് കെയർഫുൾ, ബി കെയർഫുൾ.